ചേച്ചി, ഈ ടെൻഷനൊക്കെ എനിക്ക് വിട്ടേക്ക്. എന്റെ ഒപ്പം ആരും ഇല്ലാന്നൊന്നും നീ ഓർക്കണ്ട. എനിക്ക് എപ്പോഴും എന്റെ കൂട്ടിന് ഫേവറേറ്റ് ദൈവം ഉണ്ടാവും. നീന്താൻ നമ്മളെ പഠിപ്പിക്കുന്ന ദൈവം എന്തായാലും കരയിലേക്ക് എത്തിക്കില്ലേ? നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. രണ്ട് വീട്ടുകാരുടെ ഇഷ്ടത്തിന് ഈ കല്യാണം നടത്താം. ഓക്കെ? നീയാ ചേച്ചി ആവേണ്ടിയിരുന്നത് മോളെ. അടുത്ത ജന്മത്തിൽ നമുക്ക് ട്രൈ ചെയ്യാം. ഇപ്പൊ നിന്റെ അനീതിയായിട്ട് ഒരു കാര്യം ചോദിച്ചാ ചെയ്യാമോ? അത് നീ തന്നെ പറയാമോ? ഞങ്ങൾ എല്ലാരും ഇത്ര കഷ്ടപ്പെടുന്നത് പോലും നീ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയാ. എന്റെ പൊന്നു ചേച്ചിയല്ലേ, എപ്പോഴും സന്തോഷത്തോടെ വീട്ടിൽ കൂടെ മുഴുവൻ ഓടി നടക്കണം. നീയുള്ളപ്പോ ഞാൻ സന്തോഷിക്കല്ലേ ചെയ്യുള്ളൂ. ഹലോ, ഈ സൈഡിൽ ഞാനും നിപ്പോണ്ട്. നീയും വാ. വേദാന്ത്, പാല് കുടിക്കും. അമ്മ എന്തിനാ ഇതൊക്കെ കൊണ്ടുവന്നേ? ജോലിക്കാരോട് പറഞ്ഞ പോരായിരുന്നോ? ഇതെന്തിനാ കൊണ്ടുവന്നേന്നറിയോ? എന്റെ മുന്നിൽ വെച്ച് തന്നെ ഇത് മുഴുവൻ കുടിച്ചു തീർക്കണം. ഇല്ലെങ്കിലേ ജോലി ചെയ്യുന്നതിനിടയിൽ നീ ഇത് കുടിക്കാൻ തന്നെ മറന്നുപോകും. ഞാൻ വന്ന് നോക്കുമ്പോ ഈ പാൽ അതുപോലെ തന്നെ ഇവിടെ ഇരിപ്പുണ്ടാവും. അതുകൊണ്ട് കുടിക്കേ. ഇപ്പൊ സമാധാനായോ? ഗുഡ് ബോയ്. വേദാന്ത്, എല്ലാ അമ്മമാർക്കും മൂത്ത കുട്ടികളോടൊരു പ്രത്യേക ഇഷ്ടം. എന്റെ കാര്യത്തിൽ അത് സത്യം തന്നെ. ഞാൻ എന്ത് നിന്നോട് പറഞ്ഞാലും നീ അത് ഇഗ്നോർ ചെയ്യാറേ ഇല്ല. എല്ലാം തലയാട്ടി സമ്മതിക്കും. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു വേദാന്ത്. അമ്മ പറയുന്ന കേട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ആര് പറയുന്ന കേൾക്കുക? അമ്മയ്ക്ക് എന്തോ ഒരു കാര്യം എന്നോട് സംസാരിക്കാനുണ്ട്. അത് ആദ്യം പറയും. നീയും വിക്കിയും വീട്ടിൽ വന്നത് ഞാൻ കണ്ടു. വിക്കി എത്ര സന്തോഷത്തിലായിരുന്നു. താഴെ ഇരുന്ന് നന്നായിട്ട് ആഹാരം കഴിച്ചൂടെ? നീ നന്നായിട്ട് വിളമ്പിക്കോ? ഒരു വശത്തോട് വിളമ്പുമല്ലേ? എന്തിനാണ് ഇങ്ങനെ ഒച്ച വെക്കുന്ന മക്കളെ? നിങ്ങൾ കഴിക്കേ. അമ്മ സാമ്പാർ. അയ്യോ വരുവോ, ഒന്ന് വെയിറ്റ് ചെയ്യേ. അല്ലമ്മ പപ്പടം ഇല്ലേ? കൊണ്ടുവരും വരെ ഒന്ന് സമാധാനിക്കേ. ഇത്രക്ക് എന്തിനാ വെള്ളം വെക്കുന്നേ? എന്താ അമ്മ ഇത്? എല്ലാ ദിവസവും ഇതേ സാമ്പാർ തന്നെയാണല്ലോ. അടി മേടിക്കുവേ. ഇതെന്താ ഹോട്ടലിലെങ്ങാനും ആണോ വെറൈറ്റി ഒക്കെ തരാൻ? കഴിച്ചിട്ട് പോയേ. എന്താ അമ്മേ, എപ്പോഴും വെജിറ്റേറിയൻ മാത്രമേ ഉള്ളോ? എന്തിനാടി നിങ്ങളുടെ അമ്മ ഇത്രയായിട്ട് ബുദ്ധിമുട്ടിക്കുന്നേ? എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചൂടെ നിനക്ക്? ഇതിന്റെ അർത്ഥം എന്താ? ഞാൻ ഉണ്ടാക്കുന്ന ആഹാരം കൊള്ളില്ലെന്നാണോ? നിക്ക്, ഞാൻ എല്ലാരും കാണിച്ചു തരുന്നുണ്ട്. എന്റെ പൊന്നോ, ഞങ്ങളെ പട്ടിണിക്കുന്ന ഇട്ടേക്കല്ലേ നീ. പക്ഷെ നീ പട്ടിണി കിടന്നാലേ ഭൂമിക്ക് കുറച്ച് ഭാരം കുറഞ്ഞു കിട്ടും. നിങ്ങളെ ഞാൻ ചേച്ചി പോയി വിളമ്പി കൊടുക്ക്. അത് പിന്നെ അമ്മു, ഞാൻ പോയിട്ടിപ്പോ വിളമ്പിയ സംശയം തോന്നില്ലേ? നിന്റെ കാര്യം കൊണ്ട് തോറ്റു. അവിടുത്തെ കാര്യമൊന്നും ആരും മൈക്കിൽ വിളിച്ചു പറഞ്ഞിട്ടില്ല. നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുമ്പോ എല്ലാവർക്കും എന്തെങ്കിലും സംശയം തോന്നും. എന്താണ് അവിടെ ഒരു രഹസ്യം പറിച്ചത്? ചേട്ടാ, നമ്മുടെ ആരതി സന്തോഷം കൊണ്ട് പായസം ഉണ്ടാക്കി. ആരാണ് വിളമ്പണ്ടെന്ന് പറഞ്ഞ് തമ്മി വഴക്കുണ്ടാക്കായിരിക്കും. നമ്മുടെ അമ്മുവിനെ പറ്റി അറിയാലോ നിങ്ങൾക്ക്. ആരതിയാണ് ഉണ്ടാക്കിയത്? കല്യാണം ഫിക്സ് ചെയ്തതിനു ശേഷം കുറച്ച് ഡള്ളായിട്ടാണ് എനിക്ക് തോന്നിയത്.
ഇപ്പൊ അവളാണ് പായസം ഉണ്ടാക്കിയെന്നറിഞ്ഞപ്പോ എനിക്കിപ്പോ സന്തോഷായി. നടക്കാൻ പോകുന്ന കല്യാണം നിർത്തി വെച്ചിട്ട് എങ്ങനെയാണോ വിക്കി ചേട്ടനുമായിട്ടുള്ള കല്യാണം നടക്കാൻ പോകുന്നത് ദൈവത്തിന് മാത്രമേ അറിയൂ. ആരതി, നീ തന്നെ പായസം കൊണ്ടുവന്ന് വിളമ്പുമോളെ. വന്നേ വന്നേ. എന്താ കൊള്ളാമോ? അമ്മു ചേച്ചി, ഞാനെങ്ങാനും കഴിക്കുന്ന സമയത്ത് ഫോൺ എടുത്താ വഴക്ക്. ഇപ്പൊ നിന്റെ ഫോൺ സൈലന്റ് ആക്കി വെക്കാൻ പറ്റില്ലേ? ഏയ്, അവക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അവളുടെ കാര്യങ്ങൾ നിനക്കെങ്ങനെ അറിയാം? മിണ്ടാതെ കഴിക്കും. ഹലോ. കല്യാണത്തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നാളെ സംസാരിക്കണം. നീ വാ. ഏയ്, താൻ തന്റെ ഭാര്യയോട് പറയുന്ന പോലെയാണല്ലോ പറയുന്നത്. സമയവും കാലവും നോക്കാതെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? നീ വിളിക്കുന്ന സമയത്തൊന്നും എനിക്ക് വരാൻ പറ്റില്ല. ഏയ്, ചുമ്മാ ഓരോന്ന് വിളിച്ചു പറയല്ലേ. എപ്പോ കാണാൻ പറ്റുന്നു പറ. കാര്യങ്ങളൊക്കെ എത്രയും വേഗം നടത്തണം. അതിന് സമയം മുഹൂർത്തം നോക്കാൻ നേരെ ഒന്നുമില്ല. എന്റെ ദൈവമേ, ഞാനൊരു പെണ്ണാണെന്നുള്ള കോമൺ സെൻസ് കാണിക്കും. നമുക്ക് രാവിലെ കാണാം. ആവശ്യം നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെയാണല്ലോ. ഫോൺ വെക്ക്. ഇതുവരെ ഞാൻ കോള് കട്ട് ചെയ്യല്ലാതെ എന്റെ കോൾ ആരും കട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു പെണ്ണ് എന്റെ കോള് കട്ട് ചെയ്യുന്നു. ഇവളുടെ ഒക്കെ അഹങ്കാരത്തിന് മുൻപിൽ എന്റെ സെൽഫ് റെസ്പെക്റ്റാ പോകുന്നത്. പായസം കുറച്ച് കുറച്ച് കുടിക്ക്. എടി അമ്മു, നിന്നെ ഈ സമയത്ത് ആരാ ഫോൺ വിളിച്ചത്? ഈ സമയത്തെന്നൊക്കെ പറയുമ്പോ ഒരുപാട് രാത്രിയായോ? ഈ അമ്മയുടെ കാര്യം. ഹലോ, പറഞ്ഞു വന്ന കാര്യം മറന്നുപോയല്ലോ. അമ്മ ആരുടെ ഫോണായിരുന്നു എന്നാ ചോദിച്ചത്, അത് പറ. ഇവളുടെ കാര്യം. ഓഫീസിൽ നിന്ന് അവര് വിളിച്ചത് അമ്മേ. വേഗം എന്നോട് വന്ന് അവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അയ്യോ, നീയും നിന്റെ ഒരു ജോലി. വാ, നിനക്ക് ആഹാരം എടുത്തു തരാം. വേഗം വാ. ചേട്ടാ, ഒരു സ്ട്രോങ് ചായ. വായിലൊഴിക്കുമ്പോഴേക്കും ദൈവത്തെ കാണാൻ പറ്റണം. നിനക്ക് മീറ്റ് ചെയ്യാൻ ഇതിലും വേറെ നല്ല സ്ഥലമൊന്നും കിട്ടിയില്ലേ? നീ മീറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോ എന്താ പാലസിൽ വെച്ചാണോ കണ്ടത്? നീ കണ്ടുപിടിച്ച സ്ഥലത്തിനേക്കാളും 100 മടങ്ങ് ബെറ്റർ ആയത്. നീ കണ്ടുപിടിക്കുന്ന സ്ഥലം പൊളിഞ്ഞു പോയ കെട്ടിടോ പ്രേത ബംഗ്ലാവോ ഒക്കെ ആയിരിക്കും. നീ ഒരു വിചിത്ര മനുഷ്യനല്ലേ? Shut up. അതൊക്കെ ഇരിക്കട്ടെ, കാലവും സമയമൊക്കെ നോക്കാതെ എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? രാത്രി സമയത്തൊക്കെ വിളിച്ച് ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പെണ്ണിനോട് മീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ അതിന് ഇന്നസെന്റ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം അറിയോ നിനക്ക്? ശരി ശരി, എന്തിനാ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞെന്ന് ആദ്യം പറഞ്ഞു. അതിന് തന്നെ സെയിൽസ് ആൻഡ് ഗുഡ് ടാക്സ്, GST പറ്റിയൊക്കെ നിന്റെ ഒപ്പീനിയൻ ചോദിക്കാൻ. പിന്നെ നിന്നെ കൊണ്ടൊരു ബ്ലോഗ് ഓപ്പൺ ചെയ്യിച്ച് അതിൽ നിന്നെ കൊണ്ടൊരു ആർട്ടിക്കിൾ എഴുതിപ്പിക്കാൻ വേണ്ടിയാ. എന്നോടാണോ നിന്റെ കൗണ്ടർ? വെറുതെ ഡയലോഗ് അടിക്കാൻ നിൽക്കാതെ നേരെ കാര്യം എന്താന്ന് പറയാൻ നോക്കും. അവരെ മീറ്റ് ചെയ്യിപ്പിച്ചു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അവരുടെ കല്യാണം എന്ന്, എപ്പോ, എവിടെ വെച്ചെന്നൊക്കെ തീരുമാനിക്കണ്ടേ? കുറച്ച് പഞ്ചസാര ഇടേണ്ടി വരുമല്ലോ. വാട്ട്? പഞ്ചസാരയോ? അയ്യോ, നിങ്ങളോടല്ല പറഞ്ഞേ. ചേട്ടാ, ചായക്ക് കുറച്ച് മധുരം കുറവാ, കുറച്ചുകൂടി ഇടും. ഇനി ഒരു സ്പൂണും കൂടി ഇടി ചേട്ടാ. ഇതൊന്ന് ഇളക്കിയും കൊടുത്താ വേഗം. സൗണ്ട് ഉണ്ടാക്കാതെ കുടിച്ചൂടെ? കഴുതയ്ക്ക് എങ്ങനെ മനസ്സിലാവാനാ കസ്തൂരിയുടെ മണം? സൗണ്ട് ഇല്ലാതെ കുടിക്കാൻ ഇതെന്താ മുസംബി ജ്യൂസ് ആണോ? ഇങ്ങോട്ട് നോക്ക്. ഇതാണ് ചായ കുടിക്കേണ്ട സ്റ്റൈല്. പോത്തു വരുമ്പോഴൊക്കെ എങ്ങനെ തന്നെ പിണ്ണാക്ക് കുടിക്കും. അല്ല, അതിന് നെയ്യും അവരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഓഹോ, അതെ ചേട്ടാ, ഇവനൊരു ചായ കൊടുക്ക്. എങ്ങനെയാ സൗണ്ട് ഇല്ലാതെ കുടിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നോ, എനിക്ക് വേണ്ട. പാവം, ഇവിടുന്നൊന്നും ചായ കുടിച്ചുള്ള പരിചയമില്ലായിരിക്കും. എനിക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല. വന്ന കാര്യം സംസാരിക്കാം. ഇങ്ങനെ സഡൻ ആയിട്ട് ചോദിച്ചാ എങ്ങനെയാ? പിന്നെ നിന്റെ ചേച്ചിക്ക് മൂക്കിൽ പല്ല് വന്നിട്ട് വേണോ ഞാൻ വന്ന് സംസാരിക്കാൻ? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാലോ. കല്യാണത്തെ പറ്റി ഞങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾ സംസാരിച്ചായിരുന്നോ? ഒരിത്തിരി പ്രാക്ടിക്കലായിട്ട് നീ ചിന്തിക്കും.
രണ്ട് വീട്ടുകാരും സുഖത്തിലല്ലാന്ന് നിനക്കറിയാലോ. നമ്മൾ ഈ കാര്യം പറഞ്ഞാൽ മതി, അവര് മുന്നിട്ട് നടത്തി തരും. ബുദ്ധിയില്ലാത്ത ജന്തു. ശരി, അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യും? എന്നോട് എന്തിനാ ചോദിക്കുന്നേ? എത്രയും വേഗം നിന്റെ വീട്ടിൽ കാര്യങ്ങൾ സംസാരിച്ച് അവരെ സമ്മതിപ്പിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ ഈ പ്ലാനൊന്നും ഒരിക്കലും നടക്കാനേ പോകുന്നില്ല. നീ നിന്റെ വീട്ടിൽ ആദ്യം കാര്യം സംസാരിക്കേ, എന്നിട്ട് ഞാൻ അവതരിപ്പിച്ചോളാം. പഞ്ചസാര കൂടിപ്പോയി. ശരി, ചായയുടെ കാശ് കൊടുക്കും. ഹലോ, എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? അതുകൊണ്ടാ പറയുന്നേ, നിനക്ക് ലോകത്തെ കുറിച്ച് ഒന്നും അറിയില്ല. എന്താ നിന്റെ ഉദ്ദേശം? നിനക്ക് പണ്ടേ പെണ്ണുങ്ങളെ ഇഷ്ടമല്ല. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു കാര്യം ചെയ്യാൻ പോലും അറിയില്ലല്ലോ. ഏതെങ്കിലും പെണ്ണിനെ കൊണ്ട് പുറത്തു വന്നാ പയ്യന്മാരെ റീചാർജ് വരെ ചെയ്തു കൊടുക്കേണ്ടത് അറിയാമോ? അങ്ങനെ എന്തെങ്കിലും റൂൾസ് ഉണ്ടോ ഇവിടെ? റൂൾസ് അല്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഒരു ചായയുടെ കാശ് പോലും കൊടുക്കാൻ പറ്റില്ല. പിശുക്കൻ. ചില്ലറെ നിങ്ങൾ തന്നെ വെച്ചോ. മനസ്സ് എപ്പോഴും വിശാലായിരിക്കണം. കല്യാണം കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് വേണ്ടി കുറച്ച് കാശെങ്കിലും ചെലവാക്കും. പിന്നെ ചെലവാക്കാന്ന് പറഞ്ഞ് മാറ്റി വെച്ചാ നമ്മൾ ഈ ലോകത്തുനിന്ന് പോകുമ്പോ ഇതൊന്നും കൊണ്ടുപോകുന്നില്ല. മനസ്സിലാക്ക്. എന്തിനാ അമ്മ ഇതൊക്കെ ചെയ്യുന്നേ? ഞാൻ എന്താ അഞ്ജുവിനെ പോലെ കൊച്ചുകുട്ടിയാണോ? എടി മോളെ, നീ എനിക്ക് ഇപ്പോഴും കൊച്ചുകുട്ടി തന്നെയാ. നിന്റെ കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടായി, ആ കുട്ടികളുടെ കല്യാണം നടന്നാലും നീ എനിക്ക് കൊച്ചുകുട്ടി തന്നെയാ. എനിക്ക് ആഗ്രഹം തോന്നുമ്പോഴെല്ലാം ഞാൻ നിനക്ക് നിന്റെ മുടി ചീകി തരും. അതെന്റെ അവകാശമാണ്, അറിയോ? അയ്യോ, ഞാൻ അറിയാതെ പറഞ്ഞു പോയത്. എന്നോടങ്ങ് ക്ഷമിച്ചേക്കമ്മേ. നോക്കവളെ, കണ്ട സ്ഥലങ്ങളെല്ലാം ചുറ്റിക്കറങ്ങി വന്നിട്ട് ദാ വീണ്ടും വന്ന് കേറിയേക്കുവാ. എന്തിനാ നീ ഇങ്ങനെ നോക്കുന്നേ? വീട് നിറച്ച് പണികൾ കിടക്കുക ബാക്കി. ഇനി ബന്ധുക്കളുടെ എല്ലാം ലിസ്റ്റ് എടുക്കണം, എവിടുന്നൊക്കെയാ വിളിച്ചു തുടങ്ങണ്ടേന്നൊക്കെ പ്ലാൻ ചെയ്യണം. പോയി പേനയും പേപ്പറും എടുക്ക്. എത്രയും വേഗം നിന്റെ വീട്ടിൽ കാര്യങ്ങൾ സംസാരിച്ച് അവരെ സമ്മതിപ്പിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ ഈ പ്ലാനൊന്നും ഒരിക്കലും നടക്കാനേ പോകുന്നില്ല. നീ എന്താടി അമ്മ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു ഒന്നും കേട്ടില്ലേ? അമ്മേ, എനിക്ക് അമ്മയോട് സംസാരിക്കാനുണ്ട്. എന്തിനാണ് ഇങ്ങനെ മുഖവര അമ്മു? നീ കാര്യം പറ. അമ്മേ, അതെന്താന്നോ? എന്താ ഏട്ടാ, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. സന്തോഷിക്കാതെ പിന്നെ എന്താടി? ഞാൻ ലോണിന് ട്രൈ ചെയ്തിരുന്നല്ലോ, അത് സാങ്ഷൻ ആയി കിട്ടി. ആണോ ചേട്ടാ? നിങ്ങൾ സത്യമാണോ പറയുന്നേ? ഞാനെന്തിനാ കള്ളം പറയുന്നത്? അപ്രൂവൽ കിട്ടാനായിട്ട് കുറച്ച് ഓടി നടക്കേണ്ടതായിട്ട് വന്നു. അവസാനം എല്ലാം ശരിയായി. ദൈവമേ, എനിക്കിപ്പോ സമാധാനമായി. ദൈവം വലിയവനാണ്. സമാധാനം മാത്രമല്ല, ഇപ്പൊ ഒരു ധൈര്യവും കിട്ടി. ഇനി ആരതിയുടെയും ഗൗതമിന്റെയും കല്യാണം ഒരു പ്രശ്നമില്ലാതെ നടത്താം. ഒരു തടസ്സം കയ്യില് കാശില്ലെങ്കിൽ കൈയും കാലും അനങ്ങില്ല. കാശില്ലാതെ എങ്ങനെയാ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാന്നോർത്ത് വലിയ ടെൻഷനായിരുന്നു. ഇപ്പൊ ഒരു കുഴപ്പമില്ല, സമാധാനായി. അതെ ചേട്ടാ, നിൽക്ക്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. ഒന്നും വേണ്ട, അത് ഞാൻ പറയുന്നെന്ന് കേൾക്ക്. എത്രയും വേഗം ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. കാശ് കിട്ടിയെന്ന് വെച്ചാൽ അനാവശ്യത്തിനൊന്നും ചെലവാക്കണ്ട. ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഒന്ന് ആലോചിച്ച് എഴുത്. അങ്ങനെ കയ്യിൽ ഒരുപാടൊന്നും ഇല്ലല്ലോ. എന്നാൽ ഉള്ളത് കൊണ്ട് താലി, മണ്ഡപം ബുക്ക് ചെയ്യല്, പിന്നെ പയ്യനോട് കണ്ട മാല, ചെറിയ ചെറിയ ആഭരണങ്ങൾ, ഇതിനൊക്കെ തികയും. ഞാൻ ഇത്രയും നേരം അമ്മുവിനോട് ഇത് തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നേ. ബന്ധുക്കളുടെ എല്ലാം ലിസ്റ്റ് എടുക്കണമെന്ന്. അമ്മു, അതെല്ലാം നിന്റെ അച്ഛൻ പറഞ്ഞുതരും, നീ എഴുതിക്കോ. എല്ലാരും ചേർന്ന് അതൊരു മഹാകാരിയായിട്ടൊന്നും എടുക്കണ്ട. അയ്യോ ഇല്ല ചേട്ടാ, എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാം. നിങ്ങൾ വരൂ, എന്തെങ്കിലും കഴിക്കാം. വരൂ. ചേച്ചി, എനിക്ക് നിന്റെ സന്തോഷാ വലുത്. എന്നാ അച്ഛനും അമ്മയും ഇത്രയും സന്തോഷത്തിലിരിക്കുമ്പോ നിന്റെ കല്യാണം അവരെ ആഗ്രഹിക്കുന്നവരുടെ കൂടെ നടക്കില്ലെന്ന് അറിയുമ്പോ എന്താ ഉണ്ടാവാന്ന് അതിനെക്കുറിച്ച് എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. ആ അഹങ്കാരി എന്നോട് പറഞ്ഞതുപോലെ ഈ കാര്യം ഞാൻ എങ്ങനെ അവരോട് പറയാനാ? ഇനി സമയവും കുറവാ. ഇനിയും പറയാതിരുന്ന ഇവരോരോ സ്വപ്നം കണ്ട് ഈ കല്യാണം ഇങ്ങ് അടുത്തു വരും. ഇങ്ങനെ വിചാരിക്കാത്ത പോലെ ഓരോരോ കാര്യങ്ങൾ നടന്നാ ഞാനത് ആദ്യം അച്ഛനോടാ പറയാറ്. എന്നാ ഈ അവസ്ഥയില് ഈ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ അച്ഛനോട് പോയി പറയാനാ? ദൈവമേ, രാത്രിയും പകലും എല്ലാം ഒരുപോലെയായിട്ട് ആകെ ഇരുട്ട് മാത്രമേ ഇപ്പൊ കാണാനുള്ളൂ.
ഇതിനെല്ലാം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ ദൈവമേ. ചേച്ചി, നീ എന്താ ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നെ? ഇതാ ഈ പായസം കുടിക്ക. ചേച്ചി കിടന്നായിരുന്നോ? ഉറങ്ങി. ഒരുപാട് ദിവസത്തിന് ശേഷം പാവം സുഖമായിട്ട് ഉറങ്ങുക. ഏയ്, ഞാൻ നിന്നോടല്ലേ സംസാരിക്കുന്നെ? നീ അപ്പൊ എന്താ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നെ? അങ്ങനെയൊന്നും ഇല്ല മോളെ. മൂങ്ങകള് രാത്രി സൈലന്റ് ആയിരുന്ന ആർക്കും ഡൗട്ട് വരില്ല. എന്നാ മഴയത്ത് തവളകള് സൈലന്റ് ആയാലോ? എപ്പോഴും പടക്കം പൊട്ടുന്ന പോലെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്ന നീ ഇത്ര സൈലന്റ് ആയാലോ? എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ നീ? വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരുന്നതാ. എന്താ ചേച്ചിയുടെ കല്യാണക്കാര്യമാണോ? അയ്യോ, ഒന്ന് പറ ചേച്ചി. അതെ മോളെ, അതിനെപ്പറ്റി തന്നെ ആലോചിക്കായിരുന്നു. ഇന്ന് ആ അഹങ്കാരിയുടെ അടുത്ത് ഞാൻ വീട്ടുകാരെ സമ്മതിപ്പിച്ച് മാത്രമേ കല്യാണം നടത്താൻ പാടുള്ളൂ എന്നൊക്കെ വാദിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പൊ അതൊക്കെ നടക്കുമെന്ന് എനിക്ക് സംശയം. അതുകൂടാണ്ട് നീ ഒന്നിനെ കുറിച്ചും ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഇതെല്ലാം ശരിയാക്കിക്കോളാന്നും ചേച്ചിയോട് പറഞ്ഞു. ഇനി ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒന്നും അറിയില്ലടി. നീ പറഞ്ഞു തർക്കിച്ചപ്പോ വേദാന്ത് എന്താ പറഞ്ഞത്? ഞങ്ങളുടെ വീട്ടിൽ ചിലപ്പോ സമ്മതിക്കുമായിരിക്കും, എന്നാൽ നിങ്ങളുടെ വീട്ടിലെ കാര്യം എങ്ങനെയാണ്, നമ്മുടെ വീട്ടുകാർ തമ്മിൽ ഇഷ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. കറക്റ്റ് അല്ലേ? അവൻ പറഞ്ഞതിൽ എന്താ ഇപ്പൊ ഇത്ര തെറ്റ്? നീ എന്താടി ഇങ്ങനെ പറയുന്നേ? നമ്മുടെ വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാ ചേച്ചിയുടെയും വിക്കിയുടെയും കല്യാണം നടത്തുക? സിമ്പിളാ ചേച്ചി. ഇനിയുള്ളത് ഒരു വഴിയാണ്. എന്താടി? രണ്ടുപേരെയും വിളിച്ചോണ്ട് ഏതെങ്കിലും അമ്പലത്തിൽ പോയി താലി കെട്ടിക്കണം. അത് കഴിഞ്ഞ് അവരെ വീട്ടിൽ കൊണ്ടുവന്ന വീട്ടുകാർക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ. എന്താടി നീ പറയുന്നേ? നല്ല കുടുംബത്തിൽ പിറന്ന ആരെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളാണോ ഇത്? നീ ഇങ്ങനെ മുതുക്കി തള്ളമാരെ പോലെ ഓരോന്ന് പറയാതെ സ്വല്പം പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്ക്. വിക്കിയും ചേച്ചിയും പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോ വേറെ എന്ത് വഴിയാ ഉള്ളത്? അങ്ങനെയെല്ലാം സംഭവിച്ച പിന്നെ വീട്ടിൽ കയറ്റുവോ? പിന്നെ ഇവര് തമ്മിൽ പ്രേമിക്കാവെന്ന് പറഞ്ഞാ അവരങ്ങ് സമ്മതിക്കോ? ഉറപ്പായിട്ട് സമ്മതിക്കത്തില്ല. അതറിയുന്ന കാര്യം തന്നെയല്ലേ. താലി ഒരു തവണ കെട്ടിക്കഴിഞ്ഞാ പിന്നെ അവരുടെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ലല്ലോ. അത് കഴിഞ്ഞ് ബാക്കി എന്താ ഓടി അത് കഴിഞ്ഞാ പിന്നെ? എന്തായാലും എല്ലാരും കരഞ്ഞ് ചിലപ്പോ കൊളവാക്കിയെന്ന് വരും. പക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഉറപ്പായിട്ട് സമ്മതിക്കും. സമ്മതിച്ചു കഴിയുമ്പോ എല്ലാരെയും വിളിച്ച് കല്യാണം നടത്തും. ഇതിൽ അത്രയ്ക്ക് ആലോചിക്കാനൊന്നുമില്ല. ആഹാ, എത്ര പെട്ടെന്നങ്ങ് പറഞ്ഞു തീർത്തു. നീയും അഹങ്കാരിയെ പോലെ തന്നെയാണല്ലോ സംസാരിക്കുന്നേ. വീട്ടില് സംസാരിക്കുന്നത് പിന്നെ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കാൻ ചേച്ചി ഒരിക്കലും സമ്മതിക്കില്ല. നിന്റെ കയ്യില് ഇതിലും നല്ല വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇല്ലല്ലോ. എന്തായാലും ഈ കാര്യം വേദാന്തിനോട് വിളിച്ചൊന്ന് സംസാരിക്കും. എന്തൊക്കെയായാലും അവന്റെ ഒപ്പീനിയൻ ഒന്ന് ചോദിക്കും. ഹലോ മാഡം, കാര്യങ്ങളൊക്കെ എന്തായി? നിന്റെ അച്ഛനും അമ്മയും കല്യാണം നടത്തി തരാന്ന് സമ്മതിച്ചോ? ഇതുപോലെ എന്നോട് അഹങ്കാരത്തിൽ സംസാരിക്കരുന്ന് പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചോദിച്ചാൽ എന്താ ചെയ്യാം? നിന്നെ കാർഡൊന്ന് ക്ഷണിക്കണമായിരുന്നോ? ഇല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് ഞാനൊരു ലെറ്റർ തരട്ടെ? ഇനി അതും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളെ വിക്രാന്തിന് നിങ്ങളെ മകളെ കെട്ടിച്ചേരുമെന്ന് ചോദിച്ച് മെയിൽ അയക്കാം. ഓക്കെ അല്ലേ? എനിക്ക് നിന്റെ ഈ സ്വഭാവം ഇഷ്ടമല്ലാത്തത്. വിട്ടേക്ക്. നിന്നെ മൊത്തത്തിലേ എനിക്ക് തീരെ ഇഷ്ടമല്ല. എടോ, ഒന്നും മിണ്ടാതിരിക്കടോ. നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിക്കാനാണോ? എന്റെ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരുപാട് സങ്കടം സഹിച്ചു. ഞാനും ചേച്ചിയും കൂടി എങ്ങനെയെങ്കിലും വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിക്കാം. എന്നാ ഇപ്പൊ പറ്റില്ല അതൊന്നും. എന്തുകൊണ്ട് സാധിക്കില്ല എന്ന് പറ. നീ അത് തമാശ പറയാണോ? ഓരോ ദിവസവും നീ ഓരോ വർത്താനാണല്ലോ പറയുന്നത്. നീ എന്താ 6 മാസത്തിൽ ജനിച്ചതാണോ? ഒരു കാര്യം നിനക്ക് സമാധാനത്തോടെ കേൾക്കാൻ പറ്റില്ലല്ലോ. പറയാൻ തുടങ്ങുന്നതിന് മുന്നേ വന്നോളൂ. സാധിക്കില്ല എന്ന് പറഞ്ഞ പിന്നെ എന്താ? സാധിക്കില്ല എന്ന് പറഞ്ഞാ നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് എന്തുകൊണ്ട് വിക്കിയുടെ ചേച്ചിയുടെ കല്യാണം നടത്തിക്കൂടാ? ഒരു പെണ്ണൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇത്രമാത്രം സന്തോഷ ദിവസം മുൻപുണ്ടായിട്ടില്ല. ഞാൻ വിചാരിച്ച പോലെയല്ല. നിന്റെ തലയിലൊന്നും ഇല്ലെങ്കിലും നീ ഇപ്പൊ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. എനിക്ക് ഈ കാര്യത്തിന് സമ്മതമാണ്. നീ ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ നിന്റെ ചേച്ചിയും കൂട്ടി അമ്പലത്തിലേക്ക് വാ.
ഞാൻ വിക്രാന്തിനെയും കൂട്ടിക്കൊണ്ടുവരാം. ഈ കല്യാണം അങ്ങ് നടത്താം. നാളെയോ? പിന്നെ അല്ലാതെ ഒരു മെഗാ സീരിയൽ പോലെ അവരുടെ പ്രണയത്തെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനാണോ പ്ലാൻ? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാനും നോക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ അതിലൊരു പ്രശ്നമുണ്ട്. എന്താ അത്? ഇങ്ങനെ നടത്തുന്നതിനെ കുറിച്ച് ഞാൻ ചേച്ചിയോടൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊന്നും പറയാതെ എങ്ങനെയാ ചേച്ചിയെ വിളിച്ചോണ്ട് വരുന്നേ? അത് മാത്രല്ല, അവൾ ഇങ്ങനെ കല്യാണം നടത്താനൊന്നും സമ്മതിക്കില്ല. അതെ, ഇതെന്താ കുട്ടിക്കളിയാന്ന് വിചാരിച്ചോ? ഇതുകൊണ്ടാ എനിക്ക് പെണ്ണുങ്ങളെ തീരെ ഇഷ്ടമല്ലാത്തത്. പ്രേമിക്കാനുള്ള ധൈര്യം കല്യാണത്തിനില്ലേ? എന്റെ അനിയൻ നിന്റെ ചേച്ചിയുടെ പിന്നാലെ നടന്നതും ഓക്കെ, പ്രണയിച്ചതും ഓക്കെ, അവന് വീട്ടുകാരെ വിട്ടു വരുന്നതും ഓക്കെ. എന്നാലോ നിന്റെ ചേച്ചിക്ക് ഈ രീതിയിലുള്ള കല്യാണത്തിന് നോട്ട് ഓക്കെ. എന്നൊരു ഗതികേടാ ഇത്. നോക്ക്, നിനക്ക് എന്റെ ചേച്ചിയെ പറ്റി ഒന്നും അറിയില്ല. സോ നീ അവളെ പറ്റി ഒന്നും പറയാൻ പാടില്ല. ഇപ്പൊ നീ തന്നെ പറഞ്ഞില്ലേ, ഇനി കൂടുതൽ എന്താ അറിയാൻ? മതി പറഞ്ഞത് നിർത്ത്. നിനക്കിതൊന്നും മനസ്സിലാവില്ല. ചേച്ചിയുടെ ജീവിതത്തില് അവളുടെ അച്ഛനും അമ്മയും അവൾക്ക് ദൈവം. അവരെ എതിർത്ത് അവൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇതാണ് മിഡിൽ ക്ലാസ്സുകാരുടെ പ്രശ്നം. പിന്നെന്തിനാ അവള് പ്രേമിച്ചേ? മതി പറഞ്ഞത്. മിഡിൽ ക്ലാസ് ഫാമിലിയിലെ മൂത്ത മകളുടെ അവസ്ഥ നിനക്ക് എങ്ങനെ മനസ്സിലാവാനാ? അവളോട് പഠിക്കാൻ പറഞ്ഞു, അവള് പഠിച്ചു. പഠിത്തം നിർത്താൻ പറഞ്ഞു, നിർത്തി. ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞു, അവള് പോയില്ല. കാര്യം എന്താണെന്നറിയോ? അവളുടെ പുറകെ വീണ്ടും 3 പെൺമക്കളുണ്ട്. അവളുടെ സ്വഭാവം ബാക്കിയുള്ളവർക്കും കിട്ടൂന്നോർത്ത് പേടിച്ച അവളെ വളർത്തിയത്. അപ്പൊ പിന്നെ അവക്ക് പ്രേമിക്കാൻ ധൈര്യം ഉണ്ടല്ലോ. പൊട്ടനെ പോലെ നീ ഇങ്ങനെ സംസാരിക്കല്ലേ. അവളും ഒരു പെണ്ണാണ്. അവൾക്കൊരു മനസ്സുണ്ട്, വികാരമുണ്ട്, ആഗ്രഹങ്ങളും ഉണ്ട്. അവളുടെ ശരീരത്തിലൂടെ ഒഴുകുന്നത് രക്തമാ. എന്നാലും അതെല്ലാം കൺട്രോൾ ചെയ്തോണ്ട് എങ്ങാനും എന്റെ വീട്ടുകാർ ഈ പ്രണയം കൊണ്ട് വിഷമിച്ചാലോന്നോർത്ത് അവള് സ്വയം ഉരുക്കും. അതുകൊണ്ടാ മനസ്സിൽ അവള് സ്നേഹം മറച്ചു വെച്ച് വേറൊരു കല്യാണത്തിന് സമ്മതിച്ചത്. ഇതെല്ലാം കാശ് മാത്രം നോക്കുന്നവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സങ്കടങ്ങളെല്ലാം മനസ്സിൽ മറച്ചിട്ട് ആരോടും പറയാതെ ജീവിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. മനസ്സിലായോ? ഒരു കാര്യം ചോദിച്ചാൽ നിനക്ക് 100,000 ഉത്തരങ്ങളാ. പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് പകരം ഉള്ള കാര്യത്തിന് 1000 റീസൺസ് കണ്ടുപിടിക്കണം. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. ഞാൻ നാളെ വിക്രാന്തിനെ കൊണ്ടുവരും. നീയും നിന്റെ ചേച്ചിയെ കൊണ്ടുവന്നേ പറ്റൂ. അത്രേ ഉള്ളൂ. നീ പറയുന്ന അത്ര എളുപ്പമല്ല ഈ കാര്യങ്ങള്. കല്യാണത്തിന്റെ ബാക്കി കാര്യങ്ങളെ കുറിച്ച് നീ ടെൻഷൻ ആവണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ട് ചിന്തിക്കുക. നിന്റെ ചേച്ചിയുടെ ഭാവി ഇപ്പൊ നിന്റെ കയ്യിലാ. മനസ്സിൽ വെച്ചോ. എന്താ ചേച്ചി അർജന്റായിട്ട് വിളിച്ചിട്ട് വരാൻ പറഞ്ഞേ? ചേച്ചിക്ക് സ്വന്തം വീട്ടിൽ നിന്ന് ഒരു സാരിയെങ്കിലും കൊടുത്തു വിടണ്ടേ? അതിനു വേണ്ടിയാ. അതിനെന്താ ഇത്ര അർജന്റ്? കല്യാണത്തിന് ഇനി സമയമുണ്ടല്ലോ. ഷോ, ചേച്ചിയുടെ കല്യാണം നാളെയാടി. എന്താ നാളെ കല്യാണമാണെന്നോ? എന്താ തമാശയാണോ? ഹലോ, അത് എന്റെ ഡയലോഗാണ്. എന്തോ വലിയ കാര്യത്തിൽ കല്യാണം കഴിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞാലോ. ഇപ്പൊ അത് തന്നെയാ ചെയ്യാൻ പോകുന്നേ. ഇങ്ങനത്തെ കല്യാണമല്ലേ ഇതുപോലെ നടക്കത്തുള്ളൂ. ഞാൻ കഷ്ടപ്പെട്ട് മനസ്സിൽ ധൈര്യം സംഭരിച്ചു വന്നതാ. ഇനി എന്തൊക്കെയായാലും ഡ്രസ്സിംഗ് സെൻസ് ഉള്ളതുകൊണ്ടാ നിന്നോട് വരാൻ പറഞ്ഞു. പൈസ, പോക്കറ്റ് മണി, അതും ഇതും എല്ലാം കൊണ്ടുവന്നു. നീ ഒന്നും മിണ്ടാതെ കൂടെ വാ. എന്താ വേണ്ടത് മാഡം? 2000 രൂപയ്ക്കുള്ളിലുള്ള ഒരു പട്ടുസാരി വേണമായിരുന്നു. ഞങ്ങളുടെ കടയിൽ എല്ലാ വെറൈറ്റി ഡ്രസ്സുകളും ഉണ്ട്. വരും മാഡം, കാണിച്ചു. സൗമ്യ, ഇവർക്ക് 2000 രൂപയുടെ പട്ടുസാരി ഒന്ന് കാണിച്ചു കൊടുത്തേ. സൗമ്യ, ഞാൻ എടുത്തു കൊടുക്കാം.